ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഒരു അടിപൊളി പനീർ മസാലയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ചപ്പാത്തിയുടെയും നാനിൻ്റെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പനീർ മസാലയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ 250 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഈ പനീർ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എല്ലാ പനീറും ഈ മസാലയുമായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഒരു പാനിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പനീർ ക്യൂബ്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട്, നല്ല ടേസ്റ്റിയുമാണ്. ഇപ്പോൾ എല്ലാ പനീർ ക്യൂബ്സും ഈ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കൂടുതൽ ഫ്രൈ ചെയ്ത് ബ്രൗൺ കളറൊന്നും ആക്കരുത്. വളരെ കുറച്ച് സമയം ചെറിയ തീയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ഇതിൽ ബ്രൗൺ സ്പോട്ടൊന്നും വരുന്നത് വരെ ഫ്രൈ ചെയ്യരുത്. ഇപ്പോൾ ഞാൻ ഈ പനീർ ക്യൂബ്സ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത്രയും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കടായിൽ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുത്തത്. വെജിറ്റബിൾ ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിലും ചേർക്കാം. എണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തത്. ജീരകം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. 3 സവാളയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. വളരെ ചെറുതായിട്ട് തന്നെ സവാള കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണം. അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും ഏകദേശം 3/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 1-2 മിനിറ്റെങ്കിലും ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കാനുള്ളത്. 3 തക്കാളി ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ മിക്സിയിൽ അരച്ചെടുത്തതാണിത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ തക്കാളി ചേർത്ത ശേഷം ഇത് നന്നായിട്ട് ഈ മസാല കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ പനീർ മസാലയ്ക്ക് നല്ല ടേസ്റ്റി ആവണമെന്നുണ്ടെങ്കിൽ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷവും കുറച്ച് സമയമെടുത്ത് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പസമയം കൂടി ഞാനിത് തുറന്ന് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണിത്. 3 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. ഈ തൈര് ചേർത്ത ശേഷവും നല്ലതുപോലെ ഈ ഒരു മസാല കുക്ക് ചെയ്തെടുക്കണം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നത് വരെയും ഇത് ഒന്ന് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പനീർ മസാല നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ചാറ് ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
ഞാനിപ്പോൾ ഏകദേശം 1 കപ്പിനടുത്താണ് വെള്ളം ഒഴിച്ചത്. ഈ മസാല നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി എന്ന് പറയുന്നത് ഉണങ്ങിയ ഉലുവയുടെ ഇലയാണ്. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയ ശേഷം വേണം ഈ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറെല്ലാം ഇട്ട് കൊടുക്കാം. ഈ പനീർ ചേർത്ത ശേഷം ഒരുപാട് അങ്ങ് ഇളക്കി കൊടുക്കരുത്. അത് പൊടിഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പനീറിന് അധികം വേവൊന്നുമില്ല. ഒരു 4 മിനിറ്റ് മാത്രം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ മസാല റെഡിയാകും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിനു മുമ്പ് ഞാൻ പനീർ ബട്ടർ മസാലയുടെയും മട്ടർ പനീറിൻ്റെയും റെസിപ്പികളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്